നമസ്കാരം. അൻവറിന്റെ നാമനിർദ്ദേശ പത്രിക തള്ളിയത്രേ. തള്ളുമല്ലോ, സ്വാഭാവികമാണല്ലോ. അത് തള്ളാൻ വളരെ സാധ്യത കൂടുതലാണ്. അദ്ദേഹം ഇനിയിപ്പോ സ്വതന്ത്രനാണ്. TMC സ്ഥാനാർത്ഥിയായിട്ട് കൊടുത്ത പത്രിക തള്ളിക്കളഞ്ഞു എന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത്. അതിന് കാരണം അതിൽ 10 പേര് ഒപ്പിടേണ്ടടുത്ത് ഒപ്പിട്ടില്ല. ആ ഒപ്പിടാതെ പത്രിക കൊടുത്തത് സ്വാഭാവികമായി സംഭവിച്ച എന്തെങ്കിലും മിസ്റ്റേക്ക് ആണെന്ന് കരുതുന്നു? അല്ല. TMC എന്നൊരു സ്ഥാനാർത്ഥി, അതായത് ഔദ്യോഗിക പാർട്ടിയാണ്. ആ പാർട്ടി സ്ഥാനത്ത് നിന്നുകൊണ്ട് ഇദ്ദേഹത്തിന് കാല് വാരി കഴിഞ്ഞാൽ നാളെ ഉത്തരവാദിത്തം പറയേണ്ടി വരും, അനാഥരാകേണ്ടി വരും. അതുകൊണ്ട് പത്രിക തള്ളിക്കാൻ വേണ്ടി അദ്ദേഹം ചെയ്ത ആ വിദഗ്ധമായിട്ടുള്ള ഇടപെടലാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരം. എന്തായാലും ആ പത്രികാ സമർപ്പണവുമായി ബന്ധപ്പെട്ട് PV അൻവർ കൊടുത്ത 2 സെറ്റ് പത്രികയിൽ സ്വതന്ത്രനായിട്ട് മത്സരിക്കാനുള്ള അവസരമുണ്ടെന്ന്. ഇനിയുമുണ്ട് 3-4 ദിവസം പത്രിക പിൻവലിക്കാനായിട്ടുള്ളത്. കൃത്യമായിട്ട് പറയാം, ആ പത്രിക അൻവർ പിൻവലിച്ചിരിക്കും. അത് 100% ഉറപ്പാണ്, ഒരു സംശയവും വേണ്ട. ഈ പത്രിക തള്ളാൻ വേണ്ടി മാത്രം കൊടുത്ത പത്രികയാണ്. ആദ്യമായിട്ടൊന്നും അല്ലല്ലോ PV അൻവർ ഈ നാമനിർദ്ദേശ പത്രിക കൊടുക്കുന്നതും. അദ്ദേഹം ജയിച്ച 2 തിരഞ്ഞെടുപ്പുകൾ 2016, 2021. അതിനു മുന്നേ വയനാട് ലോക്സഭയിൽ ഇദ്ദേഹം മത്സരിച്ചിട്ടുണ്ട്, ഏറനാട് മത്സരിച്ചിട്ടുണ്ട്. അപ്പോ പത്രിക കൊടുപ്പെന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ സംബന്ധിക്കുന്നിടത്തോളം ആദ്യ എക്സ്പീരിയൻസിൽ സംഭവിക്കുന്നതാണെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഇത്രയും തവണ ആ എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയുടേത് ഒരു തവണ പോലും തള്ളിയിട്ടില്ല. ഇന്നിപ്പോ അത് തള്ളിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? അരിയാഹാരം കഴിക്കുന്നവരടുത്ത് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. TMCയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ വേണ്ടി അദ്ദേഹം കൊടുത്ത പത്രിക തള്ളിക്കളയുമ്പോൾ ഇനിയിപ്പോ മമതാ ബാനർജി വരണ്ട, ഡെറിക് ഒബ്രിയൻ വരണ്ട, അല്ലെങ്കിൽ 10-60ഓളം MP ഇങ്ങോട്ട് വരണ്ട. ഇതെല്ലാം ഉറപ്പായല്ലോ. ഇവരൊക്കെ വരണത് വല്ലാത്ത ചെലവാണ്. ആ ചെലവ് കൂടി സഹിക്കാൻ വയ്യെന്നാണ് പറയുന്നത്. അങ്ങനെ ചെലവിന്റെ കാര്യം പറഞ്ഞതും നിങ്ങൾ ഇന്നലെ അതിന്റെ വിവരങ്ങൾ പുറത്തു വന്നല്ലോ. 52 കോടി രൂപയുടെ ആസ്തി. ഒന്ന് ആലോചിക്കണേ. 10 പൈസ കയ്യിലെടുക്കാനില്ല എന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഓർമ്മയുണ്ടോ? അതും കൂടി ഒന്ന് കേട്ടെ. എന്റെ കയ്യിൽ ഒരു ചുക്കില്ല. പൈസ വേണ്ടേ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെങ്കിൽ? ഒരു പൈസ അല്ല. ഞാൻ ആകെ കടക്കാരനെ അവരപ്പം കൂടിയ നിങ്ങള് ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്വത്ത് വെളിപ്പെടുത്തി ഞാനാണ് നമ്പർ 1 എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും ഇങ്ങനെ TV വരുമ്പോൾ ഞാൻ ഇങ്ങനെ ചിരിക്കും. പടച്ചോനെ, എന്താ ഇതിന്റെ കഥ? മനസ്സിലായോ? ഒരു പൈസ അല്ല. എന്നെ തകർത്ത് തരിപ്പണമാക്കിയില്ല ഇവരൊക്കെ പാടെ കൂടിയിട്ട്. ഈ പറയുന്ന നിലമ്പൂരിലെ ചിലരും ഞാൻ ഈ സൂചിപ്പിക്കുന്ന ആളുകളും തന്നെയാ ഇത് തകർത്ത് ഒരു ലോകം മുഴുവൻ കേസ് കൊടുത്ത്. ഇപ്പൊ എത്ര കേസ് അറിയോ? റവന്യൂ കേസ് ഹൈക്കോടതിയിൽ പൂജ്യമാക്കി. 100 റുപ്യ വരുമാനം ഉണ്ടായിരുന്ന PV അൻവർ, 100 റുപ്യ വരുമാനമില്ല, ലക്ഷങ്ങൾ വരുമാനം ഉണ്ടായിരുന്ന അൻവറിനെ പൂജ്യത്തിലാക്കി. പലതും ജപ്തിന്റെ വക്കിലാ. നാളെ രാവിലെ ജപ്തി വരുമോ എനിക്കറിയില്ല. ഒക്കെ ജപ്തി നോട്ടീസിൽ നിൽക്കുകയാണ്. നാളെ വേണമെങ്കിൽ ജപ്തി ഇഷ്യൂ ചെയ്യാം. PV അൻവറിനെ തകർക്കാം. എങ്ങനെയാ തകർന്നത്? ഈ ജനങ്ങൾക്ക് വേണ്ടി പറഞ്ഞു നടത്തിയ പോരാട്ടം അറിയോ നിങ്ങൾക്ക്? ഇവിടുത്തെ IPS ലോബി, ഇവിടുത്തെ IAS ലോബി, ഇവിടുത്തെ IFS ലോബി, ഇവിടുത്തെ RSS, കേന്ദ്ര ഗവൺമെന്റ്, LDFിലെ തന്നെ ചില ഘടകകക്ഷികളെ ചില ആളുകൾ, ഈ പറയുന്ന സംഘം, ഇവരൊക്കെ കൂടി ചേർന്ന് ഞെക്കി 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 ഇന്ന് ഇല്ലാണ്ടാക്കി വട്ടപൂജ്യത്തിലാക്കി. ഒരു 10,000 റുപ്യക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ട് അറിയോ നിങ്ങൾക്ക്? ഒരു ദിവസം 3 കുപ്പായ ഇടുന്നവരാ. ഞാൻ ഈ ഷർട്ട് ഇന്നലെ ഇട്ട അറിയോ നിങ്ങൾക്ക്? ഇതിൽ അഴുക്കൊന്നും ആയിട്ടില്ല. ഒരു ഷർട്ട് മുണ്ട് ഇറക്കി കിട്ടണമെങ്കിൽ 60 റുപ്യ ഇടും. അത് കോടികൾ PV അൻവറിന്റെ കയ്യിലുണ്ടായിരുന്നൊന്നും അങ്ങനെ തന്നെയാ. ഇതല്ല. അപ്പൊ രാവിലെ ആ സ്ത്രീപ്പെട്ടി ഒന്നും ഇങ്ങനെ ആക്കിയാൽ ആ 60 റുപ്യ ഏതെങ്കിലും സാധനം കൊടുക്കാലോ. ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ കയ്യിൽ 1200 രൂപ ക്യാഷ് ആയിട്ട്, പിന്നീടുള്ളത് അദ്ദേഹത്തിന് 66 ലക്ഷം രൂപയുടെ സ്ഥാപന ജംഗമ വസ്തുക്കൾ, അതായത് താമസിക്കുന്ന സ്ഥലവും പുരയിടവും. 66 ലക്ഷം രൂപയാണെങ്കിൽ 10 സെന്റ് സ്ഥലത്തിന്റെ പൈസ ആകുന്നുള്ളൂ. ഇതാണ് അദ്ദേഹത്തിന് ആകെയുള്ള സമ്പാദ്യം എന്ന് പറയുന്നത്. 52 കോടിയും 2 ഭാര്യമാരും. ആ ഭാര്യമാർക്ക് ഒരാൾക്ക് 8 കോടി, മറ്റൊരാൾക്ക് 3 കോടി. അതായത് അദ്ദേഹം എല്ലാ കാര്യത്തിലും ഈ 2 സെറ്റ് പത്രിക കൊടുക്കുമ്പോൾ തന്നെയാണ് കുടുംബത്തിലും കല്യാണം കഴിക്കുന്ന കാര്യത്തിലും അതേ 2 സെറ്റ് പത്രിക കൊടുത്ത ഒരു അവസ്ഥയുണ്ട്. അത് സമാനമായിട്ട് നമ്മൾ ഇവിടെയും കാണുകയാണ്. എന്തായാലും ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ വെച്ചിട്ട് അൻവർ ഉദ്ദേശിക്കുന്നത് എന്താണ്, അൻവർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നാടകം എന്തിനു വേണ്ടിയാണ്, അതിന്റെ പിന്നിലെ ബാർഗൈനിങ് എന്താണ് എന്നെല്ലാം വളരെ ചുരുങ്ങിയ ദിവസത്തിനകത്ത്, അതായത് 2-3 ദിവസത്തിനകത്ത് അത് കാണാൻ പോവുകയാണ്. M സ്വരാജ് അവിടെ സ്ഥാനാർത്ഥിയായിട്ട് വന്നപ്പോൾ ലീഗ് വല്ലാത്ത പ്രതിരോധത്തിലായി. അൻവറിന് കുറച്ച് മൈലേജ് കിട്ടുന്ന സാഹചര്യം ഉണ്ടായി. കാര്യം അവിടെ ഇടതുപക്ഷം ശക്തമായ രാഷ്ട്രീയ മത്സരത്തിന് ഇറങ്ങിയപ്പോൾ വല്ലാതെ പേടിച്ച UDFകാർ ഒരു ഹെഡേക്കേ അല്ല എന്ന് പറഞ്ഞതിന് ശേഷം രാഖി രാമാനം, സതീശന്റെ അടിമക്കണ്ണനായിട്ടുള്ള വ്യക്തി തന്നെ തലയിൽ മുണ്ടിട്ട് അൻവറിന്റെ അടുത്ത് ചെന്ന് എന്തിനാണ്?
പകൽ വെളിച്ചത്തിൽ വലിയ വാചക കസർത്തും അതിനുശേഷം അണ്ടർഗ്രൗണ്ടിലൂടെ സമാധാനിപ്പിക്കുകയാണ്. ഇപ്പൊ ലക്ഷ്യം ഒന്ന് മാത്രമേ ഉള്ളൂ, വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സേഫ് സോണിലാകുക. ആ സേഫ് സോണിലാകാൻ വേണ്ടി കുറച്ച് മാധ്യമങ്ങളെയും പർച്ചേസ് ചെയ്ത് ഈ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ എന്ന് പറഞ്ഞാൽ തന്റെ കുറെ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയുള്ള സമ്മർദ്ദ തന്ത്രം മാത്രമാണ്. അല്ലാതെ ഈ പത്രിക സമർപ്പിച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തള്ളിക്കളയുന്നത് അത് കൃത്യമായ പ്ലാനിങ്ങിലൂടെയാണ്. തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള പത്രിക അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നീട് അത് പിൻവലിക്കാൻ പറ്റാത്ത അവസ്ഥ വരുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അത് വിദഗ്ധമായിട്ട് തള്ളിക്കളയുന്ന രീതിയിലേക്ക് ഒപ്പിടാതെ കൊടുത്ത ആ ബുദ്ധി ഉണ്ടല്ലോ, ആ ബുദ്ധി കൂടെ നടക്കുന്ന ചില മൂരിബുദ്ധികൾക്ക് മനസ്സിലാകത്തില്ല. അതിനുശേഷം സ്വതന്ത്രനായി മത്സരിക്കാനുള്ള പത്രിക നിലനിർത്തിയിരിക്കുന്നത് അദ്ദേഹത്തിന് ഒരു സ്വതന്ത്ര ചിഹ്നത്തിൽ അവിടെ മത്സരിക്കുക, ആ സമ്മർദ്ദത്തിലൂടെ അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ നേടിയെടുക്കേണ്ടതുണ്ട്. വരും ദിവസങ്ങളിൽ, അതായത് നേരത്തെ ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞ ഒരു വാചകമുണ്ട്, എന്താണ്, എനിക്കിപ്പോ ഈ വിഷയത്തിൽ മറുപടി പറയാനായിട്ടില്ല, കാര്യം ഈ പത്രികാ സമർപ്പണം പൂർത്തീകരിക്കേണ്ട ഒരു അവസ്ഥയുണ്ടല്ലോ, അതിനുശേഷം പിൻവലിക്കുന്ന ഡേറ്റ് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഒരു ശാശ്വത പരിഹാരം വരും. ആ പരിഹാരത്തിന് വേണ്ടിയുള്ള ബാർഗൈനിങ് ആണ് ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്യമായി നടന്നുകൊണ്ടിരിക്കുന്നത്. സതീശനെ ആക്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് സതീശൻ വായ്മൂടിക്കെട്ടാൻ വേണ്ടി അൻവറിന്റെ അടുത്തേക്ക് ചെല്ലുമെന്ന് കൃത്യമായിട്ട് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനങ്ങളുടെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് വേണം ഇങ്ങനെ ഒരു ഗുരുതരമായ അലംഭാവം വരുത്തിക്കൊണ്ട് ആ പത്രിക തള്ളിക്കാൻ വേണ്ടിയുള്ള അവസരം അൻവർ ഉണ്ടാക്കിയിരിക്കുന്നത്. രാഷ്ട്രീയ നാടകങ്ങൾ ഇനിയും കാണാനിരിക്കുന്നതേ ഉള്ളൂ. ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വിജയിക്കാൻ വേണ്ടി കോൺഗ്രസിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നവർ, ആ മനോഭാവമുള്ളവർ നടത്തുന്ന നാറിയ രാഷ്ട്രീയ നാടകങ്ങൾ ഈ നാട് കാണേണ്ടതുണ്ട്. നിങ്ങൾ വിലയിരുത്തേണ്ടതുണ്ട്. ഇവരൊക്കെയാണോ രാഷ്ട്രീയങ്ങളിൽ വേണ്ടത്? അല്ല, ഇവരെയൊക്കെ മാലിന്യങ്ങളാക്കി രാഷ്ട്രീയ ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിയുകയല്ലേ വേണ്ടത് എന്ന തീരുമാനമെടുക്കേണ്ട സന്ദർഭം കൂടിയാണ്.